ഞാനതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് ഇതിലൊരു മറുപടി കിട്ടണം. അല്ല, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് ഇരിക്കുകയല്ല. അപ്പം എന്ത് ചെയ്യാം? നമസ്കാരം. പ്രതിപക്ഷത്തായതോടെ നമ്മുടെ മാർക്സിസം മൂടുനിരങ്ങൽ വിപ്ലവത്തിൻ്റെ പാതയിലാണ് സദാസമയവും. പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയായ ബേക്കറി ജംഗ്ഷനിലെ വീടിൻ്റെ മുമ്പിലായിരുന്നു നടു റോഡിൽ ആ വിപ്ലവം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സകല സഖാക്കളും നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതുകണ്ട് കണ്ണൂരും കോഴിക്കോട്ടും എല്ലാം സഖാക്കൾ നിലത്തിരുന്നു. വീതിക്കരയുള്ള 17-17 മന്മലുമുണ്ടും ഷർട്ടും അണിഞ്ഞ് ഉടയാത്ത വേഷത്തിൽ വന്ന ഗോവിന്ദനൊക്കെ നിലത്തിരിക്കുന്നത് കണ്ടപ്പോൾ ജനം അത്ഭുതപ്പെട്ടു. ആരെങ്കിലും ഡോറ് തുറന്നു കൊടുക്കാതെ കാറിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യാത്തയാളാണ് മുട്ടുകാല് മടക്കി കുത്തിയിരുന്ന് ആ സമരം നടത്തിയത്. ഇന്നിതാ നമ്മുടെ മുഹമ്മദ് റീൽസും ഒരു കുത്തിയിരിപ്പ് സമരം നടത്തിയിരിക്കുന്നു. കോഴിക്കോട്ടെ നിപ്പ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകരയിൽ കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്നുള്ളവരെ ഫോണിൽ വിളിക്കാൻ ആരോഗ്യ പ്രവർത്തകർ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് റീൽസിൻ്റെ പ്രതിഷേധം. എനിക്കിപ്പോൾ അവരെ ഫോണിൽ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് കളക്ടറേറ്റിലെ നിപ്പ കൺട്രോൾ റൂമിൻ്റെ മുമ്പിലാണ് റിയാസ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. രോഗബാധിതരെ എനിക്ക് സമാശ്വസിപ്പിക്കണം, അവരെ ആശ്വാസ വചനങ്ങൾ കൊണ്ട് രോഗ ശുശ്രൂഷ നടത്തണം. ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ആവശ്യം. കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി പറയുക, അതായത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആരോഗ്യവകുപ്പിനോടൊപ്പം കർശന നിർദ്ദേശങ്ങൾ പാലിച്ചു പോകണമെന്ന് പറയാനാണല്ലോ ജനപ്രതിനിധികൾ തയ്യാറാവുന്നത്. അതിൽ പ്രളയവും രോഗങ്ങളും ദുരന്തങ്ങളും ഒക്കെ വരുമ്പോൾ മുൻപൊരു പരിപാടി ഉണ്ടായിരുന്നു. നന്മയുള്ള ലോകമേ കണ്ടുറന്നു കാണുക. ഈ BGM ഇട്ട് കുന്തളിക്കാത്ത ഒരൊറ്റ പരിപാടിയുമില്ലായിരുന്നു. അമേരിക്കയിൽ നിന്ന് വിളിച്ചെന്നും ലണ്ടനിൽ നിന്നും വിളിച്ചെന്നും പറഞ്ഞ് 5 നേരം ഇറങ്ങുകയായി അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിമാർ. ഇതിനൊന്നും UDFനെ ഇപ്പോൾ കിട്ടുന്നില്ല. PR വർക്കുകാർ അവർക്ക് കുറവാണെന്ന് തോന്നുന്നു. റിയാസിന് ഇപ്പോൾ രോഗികളെ വിളിച്ച് ആശ്വസിപ്പിക്കണം, സർക്കാർ ഒപ്പമുണ്ടെന്ന് എനിക്ക് പറയണം പോലും. ഈ മനുഷ്യൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അമ്മായിയപ്പനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നും ഇത് ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നതെന്നുമാണ്. ഒരു LDF MLA എന്തിനാണ് സർക്കാരൊപ്പമുണ്ടെന്ന് വിളിച്ചു പറയാൻ വെമ്പുന്നത്? അത്രയ്ക്ക് വിശാല ഹൃദയനാണോ ഈ റിയാസ്? നിപ്പയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ഫലം കണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ മുതൽ ഫീൽഡ് തലത്തിലെ ജീവനക്കാർ വരെ ഒറ്റ മനസ്സോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ ജനങ്ങളിൽ ആശങ്ക പരത്തുക എന്ന ലക്ഷ്യത്തോടെയല്ലേ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്? ക്യാമറയ്ക്ക് മുൻപിൽ വന്നിരുന്ന രാഷ്ട്രീയ നാടകങ്ങൾ നടത്തരുത്. ഭാര്യയുടെ മാസപ്പടി കേസിനെ പറ്റി ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, ഈ റിയാസ് ഇറങ്ങി ഓടടാ ഓട്ടം. ഭയം വേണ്ട, ജാഗ്രത മതി, സർക്കാർ ഒപ്പമുണ്ട്. ഇത്തരം വാചകങ്ങളൊക്കെ നിങ്ങളുടെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിരുന്നു. സത്യത്തിൽ ഏത് കാര്യത്തിലാണ് ജനങ്ങൾക്കൊപ്പം നിങ്ങൾ ആത്മാർത്ഥമായി നിന്നിട്ടുള്ളത്? കണ്ടെയ്ൻമെൻറ് സോൺ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സമ്പർക്ക പട്ടികയിലുള്ളവരെ ദിവസവും 2 തവണ ആരോഗ്യവകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ വിളിക്കുന്നുണ്ടെന്നുമായിരുന്നു അധികൃതർ നൽകിയ മറുപടി. അതുകൊണ്ടൊന്നും റിയാസിന് തൃപ്തിയില്ല. നിലത്ത് കുത്തിയിരുന്നു. പുള്ളിക്ക് രോഗബാധിതരെ നേരിട്ട് വിളിച്ചിട്ട് വേണം ആരോഗ്യവകുപ്പിനെ പറ്റി കുറേ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു കേൾപ്പിക്കാൻ. കള്ളത്തരം പറഞ്ഞ് പിരികേറ്റണം. ഭരണം മാറിയതിൻ്റെ വല്ലാത്ത മനപ്രയാസത്തിലാണ് റിയാസും മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജുമൊക്കെ. വീണ ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ ഉപദേശിച്ചുകൊണ്ട് കമ്മി ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നിപ്പയെ പ്രതിരോധിക്കാനുള്ള വഴികളൊക്കെ പുള്ളിക്കാരി പറഞ്ഞു തരും. മരുന്നുകളും കാണാപ്പാടമാണ്. ഈ നിപ്പയെ നമുക്ക് ഒന്നിച്ച് നേരിടാമെന്നാണ് റിയാസ് പറയുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ കായകൽപ്പം എന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ആരോഗ്യവകുപ്പ് വിളിച്ചിട്ടും ചെന്നില്ല താനും. അത്രയ്ക്കുണ്ട് താല്പര്യം. ഭരണം മാറി 1 മാസമായപ്പോഴേക്കും തിരിച്ച് കയറാതെ പറ്റില്ലെന്ന അവസ്ഥയിലാണ് ഈ കമ്മി നേതാക്കളെല്ലാം. ഇപ്പോഴും താൻ മന്ത്രിയാണെന്ന് കരുതിയാണ് ഓരോ മുൻ മന്ത്രിമാരും എഴുന്നേൽക്കുന്നത്. മഴ മാറി വെയിൽ ഉച്ചയിൽ പതിക്കുമ്പോഴാണ് അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. പിന്നെ സർവത്ര പരാതികളായി, പരിദേവനങ്ങളായി, കുത്തിയിരിപ്പായി, കുത്തിത്തിരിപ്പായി. ഇപ്പോൾ കൂടുതലായി ഇടത് സൈബർ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പോസ്റ്റർ ആരോഗ്യമന്ത്രിമാരായ വീണ ജോർജും KK ശൈലജയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പഴയ പടമാണ്. ഇവരുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി എന്നാണ് ക്യാപ്ഷൻ. പക്ഷേ ഇവരില്ലാതിരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി നാട്ടുകാർ. ആരോഗ്യവകുപ്പ് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ എല്ലാം ഇപ്പോഴും ചെയ്യണമെന്നാണ് റിയാസിൻ്റെ ആവശ്യം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ പുള്ളേ? കണ്ടെയ്ൻമെൻറ് സോണിലേക്ക് പ്രവേശനം കിട്ടിയാൽ റിയാസ് എന്താ നിപ്പ പരത്തുന്ന വൈറസിനെ നഖത്തിൽ വെച്ച് ഞെക്കിക്കൊല്ലുമോ? റിയാസിന് കഴിയുമെങ്കിൽ കുറേ പഴന്തീനി വവ്വാലുകളെയും റാഗിപ്പറന്ന് പിടിച്ചു കൊല്ലാൻ നോക്കുക. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന് വേണ്ടി സേവനം നടത്തിയ
ആരോഗ്യവകുപ്പിലെ ചില ആളുകൾക്ക് ഈ ഭരണമാറ്റം അത്ര സുഖിച്ച മട്ടല്ല. ഇടതുപക്ഷമില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് വരുത്തി തീർക്കണം. ഇതേ ആവേശത്തോടു കൂടി കൊച്ചിയിലെ ED ഓഫീസിൻ്റെ മുമ്പിലും റിയാസ് പോയി കുത്തിയിരിക്കണം. എൻ്റെ ഭാര്യയെ മാസത്തിൽ 2 തവണ വീതം സമൻസ് അയച്ചു വരുത്താൻ സമ്മതിക്കില്ല എന്ന് പറയണം. അതിന് പിന്തുണ പ്രഖ്യാപിച്ച് സകലമാന DYFIക്കാരെയും CPMകാരെയും ED ഓഫീസിന് മുമ്പിൽ അണിനിരത്തണം. ഭാര്യയെ ED വീണ്ടും വിളിക്കുന്നതിൻ്റെ സങ്കടത്തിനിടയിലും ജനസേവനത്തിനായി സമയം കണ്ടെത്തുന്ന മുഹമ്മദ് റിയാസ് ഇപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. അമ്മായിയച്ഛൻ ഇപ്പോൾ ആരെയെല്ലാമാണ് പോയി സാന്ത്വനിപ്പിക്കാൻ പോകുന്നത്? ഓഖി ദുരന്തമുണ്ടായി നൂറുകണക്കിന് ആളുകൾ മരിച്ചപ്പോൾ 4 ചുവട് കടപ്പുറത്തേക്ക് വെക്കാൻ കഴിയാതിരുന്ന പുള്ളിയാണ്. ഇപ്പോൾ പാവങ്ങൾക്കിടയിലാണ് വലിയ പടത്തലവൻ. റിയാസിന് ഇപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിപ്പ ബാധിതരായ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളെ ഫോണിൽ വിളിച്ച് അവരിലേക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കണം. സാറ് പൊയ്ക്കൊള്ളുക, ഞങ്ങൾ പകർന്നു കൊടുത്തോളാം എന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. റിയാസ് അടിയന്തരമായി ചെയ്യേണ്ടത് വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുക എന്നതാണ്. ബാക്കി ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പാർട്ടിക്കും പകർന്നു നൽകണം. എൻ്റെ പൊന്നു റിയാസെ, ആരോഗ്യമന്ത്രി മാത്രമേ മാറിയിട്ടുള്ളൂ. ഭരണവും ബാക്കിയുള്ള പഴയ സംവിധാനങ്ങളെല്ലാം ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട്. നല്ല വിദഗ്ധരായ ഡോക്ടർമാരുമുണ്ട്. കെ മുരളീധരൻ ഇന്നലെ മാനത്ത് നിന്നും പൊട്ടി വീണയാളല്ല. ഏത് സർക്കാരിനും തുടക്കത്തിലുണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേന്ന് മുതൽ ഞങ്ങൾ നിങ്ങളെ ശ്വാസം വിടാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ സമരങ്ങൾ അഴിച്ചുവിട്ട നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമീബിക്ക് മസ്തിഷ്ക ജ്വരവും കോവിഡും നിപ്പ മരണങ്ങളും കേരളത്തിൽ ആദ്യമല്ല. കോവിഡ് മരണങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ പോലും മറച്ചുവെച്ച് ആത്മാക്കളുടെ ശാപം ഏറ്റുവാങ്ങിയ ഒരു സർക്കാരാണ് നിങ്ങളുടേത്. നിങ്ങൾ ആശ്വാസ വചനങ്ങൾ രോഗികൾക്ക് കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, ആപ്പടിക്കാതിരുന്നാൽ മാത്രം മതി.